കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിനെ നിന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഈ നല്ല ദിവസം ഹല്ലേലൂയ അടിയങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എല്ലാം അവിടുത്തെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടല്ലോ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുക. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന വിഷയത്തെയും അപ്പച്ചൻ്റെ പുണ്യപാദപീഠത്തിൽ സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ, ഞങ്ങളുടെ യാതനകൾക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവേ. ഈ അനുഗ്രഹിക്കട്ടെ പലകാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം 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 കർത്താവേ. ഈ നല്ല സമയം കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ കർത്താവേ. ഹാലം ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെപ്പാ. അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ, അവരുടെ ഭാവിയെ സമർപ്പിക്കട്ടെ, ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കട്ടെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ, കൊച്ചു തലമുറകളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശം ഏൽപ്പിക്കട്ടെ, ഞങ്ങൾ പാർക്കുന്ന ഭവനം ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, കുടുംബങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ, അനാഥരെ, വിധവകളെ എല്ലാം സമ്പൂർണ്ണമായ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ഇന്നുവരെയും ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തിയ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. വീണ്ടും കുടുംബമായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേപ്പാ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ. സമാധാനത്തിലും സൗഖ്യത്തിലും സൂക്ഷിച്ചാട്ട് ആവശ്യമറിഞ്ഞ് സഹായിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. പരീക്ഷയിലൊക്കെ കൂടെ ഇരുന്നല്ലോ ഞങ്ങൾ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹാലലി അത്ഭുത അതിശയമായിട്ടൊക്കെ അവരെ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നും പഠിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് നല്ല ബുദ്ധി ജ്ഞാനവും കൊടുത്ത് അനുസരണത്തിലും പ്രാർത്ഥനയിലും കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ ഇടയാക്കണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മറ്റു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. മറ്റ് ഹാലലി കർത്താവ് 10, 11, 12 പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ കർത്താവേ. IELTS മെട്രിക് പരീക്ഷയും പഠിക്കുന്ന മക്കൾ കർത്താവ്, ജർമ്മൻ പഠിക്കുന്ന മക്കളെ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ എല്ലാം പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച് ഹാലയിലെ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് അവർ എത്തിച്ചേരുവാൻ തക്കണം. സ്വർഗത്തിലെ അപ്പച്ചൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും യോഗ്യരാക്കണമേ. ജയത്തോടെ അവരെ നടത്തണമേ. അവരുടെ ഭാവിയെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന ആരും അലയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കരുത്. പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹം പ്രാപിപ്പാൻ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ സമയത്ത് ഹാലയിലെ കർത്താവേ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനും സമാധാനത്തിലും ജോലി ചെയ്യാൻ ഇടയാക്കണം. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിക്കുമാറാകണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെയും സമർപ്പിക്കുന്ന കർത്താവ് അവരെ അനുഗ്രഹിക്കണം. അവർക്ക് വേണ്ടി വഴിവാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം കർത്താവ്. ഈ സമയം ഹാലലുയ കർത്താവ് കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന സന്തോഷത്തോടും ആരോഗ്യത്തോടും കൃപയോടും ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പോൾ ആ സന്തോഷത്തോടെ അവർക്കും ജീവിപ്പാൻ തക്കണം. സ്വർഗ്ഗമെന്ന വഴികളും നടന്ന് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. ആരോഗ്യത്തിലും ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും വളരുവാൻ അവരെ സഹായിച്ചാട്ടപ്പ. സകലവിധ ബാലപീഠകളിൽ നിന്നും വിടുവിച്ചവരെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. ദൈവമായ കർത്താവ് ഞങ്ങളുടെ ആവശ്യമെല്ലാം സ്തോത്രത്തോടെ സമർപ്പിക്കട്ടെ കർത്താവേ. കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ അപ്പച്ചന്
ഓരോ മക്കളുടെയും ബുദ്ധിമുട്ടുകളെ തീർത്ത് തന്നെ ഇന്ന് വരെ നടത്തിയെന്നും പിന്നെയും ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ കർത്താവ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായി തലചായ്പാൻ ഒരു ഇടമൊരുക്കണമേ, ഒരു ഭവനം ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെയും ഏൽപ്പിക്കുന്ന കർത്താവേ, ആ ഭവനത്തിൻ്റെ പണികളെയൊക്കെ പൂർത്തീകരിച്ച് പാർക്കാനും ഭാഗ്യമൊരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ടപ്പാ, കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളുണ്ട് കർത്താവെ. അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദൈവകൃപയുടേതുമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന ഓരോ യാത്രകളിലും കർത്താവ് കൂടെയിരിക്കണമേ. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യാത്ര ചെയ്യാൻ ഇടയാക്കണം. സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ അപ്പൻ സഹായിക്കണമേ. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ആകാശം കൂടി യാത്ര ചെയ്യുമ്പോൾ ഉള്ളം കരത്തിൽ വഹിച്ചുകൊള്ളണമേ. നല്ല കർത്താവ്, സകല വഴിയും വാതിലുകളും തുറന്നു കൊടുക്കണമേ അപ്പാ. നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം അപ്പാ, ഞങ്ങളുടെ വിജയമാർഗം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആരുടെയും മുൻപിൽ തലവരിക്കുവാനോ ആരുടെയും മുൻപിൽ ഹാലലി കൈനീട്ടുവാനോ അനുവദിക്കല്ലേ അപ്പാ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് ദിനംതോറും പോഷിപ്പിക്കണമേ നടിയൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രപ്പാ. ബിസിനസ് ചെയ്യുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. ബിസിനസ്സിനെ അനുഗ്രഹിക്കണപ്പാ. വേണ്ടുന്നെല്ലാം ദിനംതോറും കൊടുത്ത് സൂക്ഷിച്ച് പരിപാലിക്കണം. കഷ്ടനഷ്ടം കൂടാതെ തൻ്റെ മക്കളെ ഹാലലി ആഗ്രഹിക്കുന്ന വിധത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ തൃപ്തരായി എല്ലാ കാര്യം ചെതിരപ്പാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമേ. ഒരു ശത്രു അവരെ കാണാൻ സൂക്ഷിക്കണമേ. പോക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലെല്ലാം നല്ല മക്കളുടെ കൂടെ ഇരിക്കണമെന്നും പ്രാർത്ഥിക്കണം. അവതരണത്തിൽ നല്ലവരെയും വിടുവിക്കണേപ്പാ. വാഹനം ഓടിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കുന്ന കർത്താവേ. സ്റ്റിയറിങ്ങിലൊക്കെ അപ്പത്തിൻ്റെ കരം ചേർത്ത് പിടിച്ചുകൊള്ളണമേ. മുൻപും പിൻപും ഇടവും വരവും ദൂതന്മാരാൽ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരുവിധ ആപത്തോ അപകടമോ വൈമത്യോ ഉണ്ടാകാൻ അനുവദിക്കാതെ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനോ ഓരോ മക്കളെയും സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ. ദേശത്തിൻ്റെ മേൽ സൗഖ്യം അയക്കണമേ. ഞങ്ങളുടെ അയൽകുടുംബങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൂരത്തിൻ്റെ ആർത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലലി കർത്താവെ, വിവാഹത്തിനായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന മക്കളുണ്ട്. അപ്പോൾ അതെൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്ക തുണി എടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. 2024 തീരുന്നതിന് മുൻപായിട്ട് സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. നല്ല തലമുറകളെ കണ്ട് സന്തോഷിക്കാൻ സ്വർഗം ഭാഗ്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസം തിരുവോളം കൂടുതൽ സുഖപ്രസവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുക. മാതാ കരുണ ചെയ്യണമേ, മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില ആവശ്യങ്ങളുടെ നടുവിലൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. അവരുടെ ബുദ്ധിമുട്ടിനെ അറിഞ്ഞ് സ്വർഗം സഹായിക്കണമേ. നിൻ്റെ ദൂതനെ തന്നെ മക്കൾക്ക് വേണ്ടി ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രപ്പാ. ചില നീറുന്ന വേദനാ വിഷയങ്ങളുണ്ടല്ലോ കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ നിന്ന് പരിഹരിച്ച വിഷയങ്ങളുണ്ട്. എന്നാൽ ഈ വിഷയത്തിന്മേലും സ്വർഗം ഇറങ്ങുവാൻ ഹാലലി കർത്താവേ. അവിടുന്ന് മതിയായ ദൈവമാകിയാൽ സ്തോത്രം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹാലലി കർത്താവേ. കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട്. അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങൾ, മ്ലേച്ഛമായ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങൾ, ഫോണിന് അടിമപ്പെട്ടത്, കൂട്ടുകാർക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഭാവിയെപ്പോലും ഹാലലി ശ്രദ്ധിക്കാതെ ഹാലലി അലസരായി നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എന്നവർക്ക് വേണ്ടി ആലോചനയും ബുദ്ധിയും കൊടുക്കണമേ. അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. മാതാപിതാക്കൾ അവരെ ചൊല്ലി ഭാരപ്പെടുന്ന സ്വർഗം അറിയുന്നല്ലോ കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിത്തീരാൻ സഹായിച്ചാട്ട് കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഹാലലി എല്ലാം മേച്ച വഴികളെ വിട്ട് ഹാലലുയ സ്വർഗത്തിലെ ദൈവമേ അപ്പനോട് പറ്റിച്ചേരുന്ന മക്കളാക്കി ഓരോരുത്തരും തീർക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യത്തിലും മയക്കുമരുന്നിന് കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. നാഥാ, സ്വർഗമേ മാനസാന്തരം നൽകണമേ. ആരും നശിച്ചു പോകാൻ സമ്മതിക്കരുതേ അപ്പാ. സ്തോത്രം അപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. സ്തോത്രം. അവിടെങ്ങളോടെല്ലാം കരുണ കാണിക്കണം. ഞങ്ങൾ പ്രാർത്ഥനാ വിഷയത്തോട് മനസ്സറിയണം. സ്വർഗം മറുപടി അയക്കണമേ കർത്താവേ. സ്തോത്രം. മാറാത്ത ദൈവമാണ്, ഞങ്ങളെ മറക്കാത്ത ദൈവമാണ്, ഞങ്ങളെ കരുതുന്ന ദൈവമാണ്, ഇന്നുവരെ നിലനിർത്തി പരിപാലിച്ച ദൈവമാണ്. തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാ, ഗോപുരമാ, കോട്ടയാ. ഞങ്ങൾക്ക് സകലത്തിൻ്റെ സകലതുമാപ്പാ. ഞങ്ങൾക്ക് മതിയപ്പാ. ഹാലലിയ, ഹാലലിയ കർത്താവേ. എല്ലാവരും നിത്യരാജ്യത്തിന് അവകാശികളായി മാറുവാൻ തക്കം ഈ നാളുകളിൽ ഒരുക്കത്തോടായിരിക്കാൻ സ്വർഗമിടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്ന കർത്താവ്, ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ ഹാലലിയ കർത്താവേ. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ ഹാലലിയ. ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവെ. കൈകാലിക്ക് ചലനമില്ലാത്തവർ, അതിവേദനയിൽ കൂടി കടന്നു പോകുന്നവരെ
എൻ്റെ കർത്താവ് യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ള ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരെ, കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, പല്ലിൻ്റെ വേദനയാൽ ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവരെ, കർത്താവേ ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം, തൈറോയ്ഡ് ഉള്ളവർ, ആസ്മ രോഗികൾ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരെ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഓപ്പറേഷനായി വിധേയപ്പെടുന്നവരെ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ, ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. മാനസികമായ വിഭ്രാന്തിയുള്ളവരെ, കർത്താവേ സമാധാനം ജീവിതത്തിൽ ഇല്ലാത്തവരൊക്കെ ഉണ്ട് കർത്താവേ. ദൈവമായ കർത്താവേ കിടക്കകളിലും വീൽ ചെയറിലുമായിരിക്കുന്ന ജീവിതങ്ങൾ അതാ മനസ്സറിയണമേപ്പാ, കരുണ കാണിക്കണമേപ്പാ, അങ്ങൊന്ന് തുടരണമേ കർത്താവേ, ഒരു വാക്ക് കൽപ്പിക്കണേപ്പാ, ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കട്ടെ കർത്താവേ. അപ്പാ മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലാ രോഗത്തിനും മതിയായ ദൈവം അവിടുന്ന് ആകിയാൽ നന്ദി കർത്താവേ. കാൽവരി കുരിശിലെ ഒരു വിലയിരുത്തം തുടങ്ങണമേ, ഗിരിയാതിരെ സുഖത്തക്കൊഴുകമായി കടന്നു വരണമേ, ഉച്ച മുതൽ പാദം വരെ തലോടണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നതിന് അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വചനം ഓരോ മക്കളിലും പ്രകാശിക്കട്ടെ കർത്താവെ. അത് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന അനേക ഹൃദയങ്ങളുണ്ട് കർത്താവെ. നീ ആശ്വസിപ്പിക്കുവാൻ മതിയായ ദൈവമാണ്. അമ്മയെ ആശ്വസിപ്പിക്കുന്നതിലുപരിയായി നീ ആശ്വസിപ്പിക്കുന്ന ദൈവമാകിയാൽ സമാധാനത്തിൻ്റെ ദൈവം ഓരോ മക്കളുടെയും ഹൃദയവേദന എടുത്തു മാറ്റി ആശ്വാസത്തിൽ പ്രത്യാശയിലും ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ ജീവിതങ്ങൾക്കും കൊടുത്ത് നടത്തണമേപ്പാ. വിശേഷവേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു, ജലവാസം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ മക്കളെയും അനുഗ്രഹിച്ച് സഹായിക്കണം. കൃപയിലങ്ങ് കാത്തുകൊള്ളുമാറാകണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപപ്പെടാതെ ജീവിക്കാൻ സഹായിക്കണം. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണം. അവിടെ ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവരെ എല്ലാം ഒരുപോലെ സ്വർഗത്തിലെ അപ്പച്ചൻ അനുഗ്രഹിച്ച് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ ആമേൻ.